ചേട്ടാ, നമ്മുടെ പാൻ ഇന്ത്യൻ ഗോപാലേട്ടൻ വീണ്ടും എയറിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് പ്രധാനമായിട്ടും അദ്ദേഹം ഇവിടെ ഗുരുവായൂരാണ് മത്സരിക്കുന്നത്. അപ്പം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ അന്തർദേശീയ തീർത്ഥാടനമായിട്ടുള്ള ഗുരുവായൂർ ഉണ്ടായിട്ടും ഇവിടെ ഒരു ഹിന്ദു MLA ഇല്ല. യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിനൊരു വിനയാകില്ലേ? തീർച്ചയായിട്ടും ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുടെ ഗോപാലേട്ടൻ ഇതിപ്പോഴല്ല മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം പല മണ്ടത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു മണ്ടത്തരമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വാക്കുകളിലൂടെ ഇങ്ങനെ ഒരു ഹിന്ദു സ്നേഹം കാണിച്ചാൽ അതെല്ലാം വോട്ടായി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു തോന്നലെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇപ്പൊ അദ്ദേഹം പാൻ ഇന്ത്യൻ ഗോപാലേട്ടൻ ആയതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പം രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം വിളിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്ന വീഡിയോ ഗോപാലേട്ടൻ പറയുന്നതാണ്, ഞങ്ങൾ വേണമെങ്കിൽ കാശ്മീരിൽ നിന്ന് ഇവിടെ ആളെ കൊണ്ടുവന്ന് ചേർത്ത് വോട്ട് ചേർക്കുമെന്ന് പറയുന്ന ഒരു മണ്ടത്തരമല്ല, അത് അഹങ്കാരം കൂടെയാണ്. ഞങ്ങൾ വേണമെങ്കിൽ അല്ലെ അത് കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ മത്സരിപ്പിക്കുമെന്ന് പറയുന്നത്. അത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂര് വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ട് ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ഒരു സബ്ബായിട്ട് കാണിച്ച വീഡിയോ ആണ്. അങ്ങനെ അദ്ദേഹം പാൻ ഇന്ത്യൻ ഗോപാലേട്ടനായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ വിജയം തൃശ്ശൂര് വലിയ പണിയാണല്ലേ, നല്ല പണിയും കൂടെ കൊടുക്കണേ. കോൺഗ്രസ് പറഞ്ഞുവെങ്കിലും കോൺഗ്രസ് കൊടുത്തൊരു മുട്ടം പണിയാണത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് മാത്രമല്ല, ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് വളരെ വലിയ വൈറലായിട്ടുള്ള ഡാൻസ് ആണ്. ഇന്ന് പല ആളുകളുടെയും അത് പാർട്ടി ഭേദമന്യേ കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും പാർട്ടി ഇല്ലാത്തവരുടെയും BJP-കാരുടെയും എല്ലാം ഒരു സ്റ്റിക്കറിൽ വന്ന് പതിഞ്ഞു പോകുന്ന ഒരു മുഖമായിട്ട് അദ്ദേഹം മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ ഡാൻസ് അന്ന് വൈറലായിരുന്നു. അദ്ദേഹം പാൻ ഇന്ത്യൻ ആയ സമയത്തും ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിച്ചതും അത് തന്നെയായിരുന്നു. അങ്ങനെ തമാശ രൂപേണ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ് ഗോപാലേട്ടൻ. അദ്ദേഹത്തെ കാണുമ്പോൾ ഇടയ്ക്കൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് മത്സരിച്ച് തോൽക്കുന്ന അശോകന്റെ ഒരു കഥാപാത്രമുണ്ട്. അതേപോലെയാണ് അദ്ദേഹവും പലപ്പോഴും, അതായത് പലയിടങ്ങളും മത്സരിക്കുന്നുണ്ട്, പക്ഷേ വിജയം ലഭിക്കാറില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിന് പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതായത് ജാതിപരമായിട്ട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ മതപരമായിട്ട് സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. പിന്നീട് ക്ഷേത്രങ്ങളെ പറ്റിയോ പള്ളികളെ പറ്റിയോ അമ്പലങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വിപരീതമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയൊരു പണിയല്ലേ വരുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇദ്ദേഹത്തിന് ഉൾപ്പെടെ ചില ആൾക്കാർക്കൊക്കെ സീറ്റ് നിർണയം തന്നെ BJP കുറച്ച് വൈകിയാണ് വന്നത്, അല്ലെ? രാജ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടി ഇവരുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞ ശേഷം ഇതേപോലെയൊക്കെയുള്ള ചില എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ചില ജീവികളെ എന്നൊക്കെ വേണമെങ്കിൽ തമാശയ്ക്ക് പറയാം. കാര്യം ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് അദ്ദേഹം സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ആങ്കർമാരൊക്കെ KP അഭിലാഷ് നമ്മുടെ അഭിലാഷ് മോഹനൊക്കെ മാതൃഭൂമിയിലെ നമ്മുടെ സുഹൃത്തൊക്കെ അവർക്ക് ഇരുന്ന് അറിയാതെ ചിരിച്ചു പോവുകയാണ്. കാര്യം അത്ര അസഹിഷ്ണുമാണ്. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ വൈകിയാണ് വന്നത്. ഈ വൈകി വന്ന സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കയറിപ്പറ്റിയ ആള് ഇപ്പൊ ഈ പറയുന്ന ആന മണ്ടത്തരം, ഈ പറയുന്നത് ആന മണ്ടത്തരമല്ല, ഇതൊന്നും പറയാൻ പാടില്ലാത്ത തെറ്റാണ്. അദ്ദേഹം ഒരു ടാർഗറ്റഡ് ഓഡിയൻസിനെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്. പക്ഷെ ആ ടാർഗറ്റ് എന്ന് പറയുന്നത് മതവിദ്വേഷം ഉയർത്തിയല്ല പറയേണ്ടത്. നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഗുരുവായൂർ ഞാനും പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്, രാഹുലും പോകാറുണ്ട്. ഈ പറയുന്ന ആ ദേശത്തുള്ളവർക്ക് ഒരിക്കലും ഈ ചിന്ത ഉണ്ടായിട്ടില്ലല്ലോ. കാലങ്ങളായി കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ദേശത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ ജയിക്കാനും ഞങ്ങളെ കാര്യങ്ങൾ നോക്കാനും ഒരു സത്യത്തിൽ കൃഷ്ണന് തോന്നാത്ത കാര്യം തോന്നിയല്ലോ. അതാണ്, ഭഗവാൻ കൃഷ്ണന് തോന്നിയില്ല, ആ ഗുരുവായൂർ ദേശത്തെ ആൾക്കാർക്ക് തോന്നിയില്ല, തൊട്ടപ്പുറത്ത് മമ്മിയൂർ ദേശത്തുള്ളവർക്ക് തോന്നിയില്ല. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഗോപാലേട്ടൻ നിങ്ങൾക്ക് തോന്നിയത്? ഗോപാലേട്ടൻ എപ്പോഴും ഇതേപോലെ പോയി പടുകുഴിയിൽ വീഴുന്നത്. അദ്ദേഹത്തിന് ഒരു വിലയുണ്ട്, അത് അദ്ദേഹമായിട്ട് ഇല്ലാതാക്കുക അല്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പാകുമ്പോൾ BJPക്ക് കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ട്. രാഹുലെ, ഈ പറയുന്ന രീതിയിൽ BJPയുടെ ലക്ഷ്യം ഹിന്ദു വോട്ടെന്നുള്ള ആ രീതിയൊക്കെ പോയി രാഹുലെ. ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രി, അവരുടെ ഏറ്റവും വലിയ നേതാക്കള് ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരെ, ഇവിടുന്ന് മുസ്ലിം മേലധ്യക്ഷന്മാരെ അവരെയൊക്കെ പോയി കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാജ് ചന്ദ്രശേഖർ വെച്ചത് എന്തിനാണ്? ഇവിടെ ഈ പറയുന്ന ഹിന്ദുക്കളുടെ പാർട്ടി അല്ല BJP എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത് ഇദ്ദേഹം മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം പറയുന്നതനുസരിച്ച് ഗുരുവായൂർ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ എനിക്കൊന്നും ഹിന്ദു
MLA വരാത്തത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല, രാഹുലിനുണ്ടായിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഏതെങ്കിലും ജനത്തിനുണ്ടായിട്ടുണ്ട്, ആ ദേശക്കാർക്ക് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും എന്തിനാണ് ഈ മനുഷ്യൻ ഹിന്ദു MLA ഇല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഗുരുവായൂർ ഇന്നും പോകുന്നുണ്ട്. അതെ, ഇന്നും ഗുരുവായൂർ അത്യാവശ്യം നന്നായിട്ട് വളരെ നല്ല രീതിയിൽ ആ ക്ഷേത്രവും പരിസരവും പോകുന്നുണ്ട് അല്ലെ. നാട്ടുകാർ വളരെ സന്തോഷത്തോടെ, കാര്യം അവിടെ നമ്മൾ പോകുന്നത് ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത്. അല്ല, അത് ഇന്നും അവിടെ ഉണ്ട്. നമ്മൾ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ എന്നുമുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം പോകുന്നത്. അപ്പോ ഹിന്ദു MLA ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കോൺഗ്രസ്സുകാരനായാലും CPM-കാരനായിരുന്നാലും അതിന് വേറെ ഏത് ജാതി മതസ്ഥനായാലും നടക്കും. അതെ, ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഗോപാലേട്ടൻ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആഗോളതലത്തിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വിവാദങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം വരുന്നത്. ചിലപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമായേക്കാം. ഇത് എന്തായാലും KSUയോടെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയോഗ്യത വരെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്, നഷ്ടമായേക്കാം. അതിനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പാണ്, ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പോൾ എല്ലാ പാർട്ടിയും കൃത്യമായിട്ട് ഓരോ ആളുകളെ, ന്യൂനപക്ഷമാകാം അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും, ഓരോ പ്രസ്താവനയും ഓരോ മൂവ്മെന്റ്സും ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പോൾ ഇവിടെ അവരുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കള് ജാതിയില്ല, മതമില്ല, അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ എങ്ങനെയെങ്കിലും, കാര്യം കേരളത്തിന്റെ ഒരു സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത് ജാതിയും മതവും ഒന്നും ഒരിക്കലും വിറ്റുപോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവരങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇറക്കി തീരുമാനങ്ങൾ എടുത്ത് പോകുമ്പോൾ ഗുരുവായൂർ ദേശത്ത് ഇത്തരത്തിൽ ഒരാൾ വേണമെന്നൊക്കെ, അങ്ങനെ ഒരു MLA വേണം. ഇപ്പം രാഹുൽ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉണ്ട്, അവിടെ നാട്ടുകാർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് നമുക്കുണ്ടാകുന്ന ഒരു ബലമായ സംശയം എന്നറിയോ, ഈ മറ്റ് ദേശീയ തലത്തിൽ ഇപ്പൊ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനുണ്ടായ പ്രസിദ്ധി പോലെ ഇങ്ങനെ ഒരാൾ, ഇങ്ങനെ ഒരു ഹിന്ദുത്വ പ്രസ്താവന വന്നു എന്ന് ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കാനാണോ? ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ആണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എല്ലാവരും കേൾക്കും. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്, അവിടെയുള്ള ഹിന്ദുക്കളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഗുരുവായൂരപ്പൻ ഭക്തരാണല്ലോ. ഇപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവർക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ദൈവമാണ് ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഗുരുവായൂരപ്പനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് മാറ്റാം എന്നുള്ളൊരു പാൻ ഇന്ത്യൻ സ്ട്രാറ്റജി ആയിരിക്കാം. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. ആ സ്ട്രാറ്റജി അവസാനം തലയ്ക്ക് മേലില് വെള്ളിരി ആവാതിരുന്നാൽ മതി. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ ജനം എന്താണെങ്കിലും തിരിച്ചറിയും.